ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 280 പോയിൻറ്റും S&P 75 പോയിൻറ്റും നസ്ഡാക്ക് 386 പോയിൻറ്റും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 88 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം ഇന്ത്യൻ മാർക്കറ്റിൽ. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രീ മാർക്കറ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു ഡബിൾ ബോട്ടം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഡബിൾ ബോട്ടം ഇവിടെ നിന്ന് ഇന്നലെ വന്ന് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പിന്നെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ആ ഒരു കൺസോൾട്ടേഷൻ ഏരിയയുടെയും അവിടെ നിന്നാണ് മാർക്കറ്റ് ഇന്നലെ സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. അപ്പം കൃത്യമായിട്ട് നമുക്ക് അവിടെ ഒരു ഡബിൾ ബോട്ടം വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇന്ന് എന്തായാലും ഇന്നൊരു പോസിറ്റീവ് മാർക്കറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാലും മിക്കവാറും മാർക്കറ്റ് മുകളിലോട്ടൊരു റാലി തുടങ്ങി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ഇവിടെ നിന്നൊരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പുൾ ബാക്കായിട്ട് കണക്കാക്കാം. പക്ഷേ അവിടെ നമുക്ക് ഈ ഡബിൾ ബോട്ടം സപ്പോസ് ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ സെല്ലേഴ്സ് വീണ്ടും ആക്റ്റീവ് ആണെന്ന് വേണം കരുതാൻ. ഡബിൾ ബോട്ടം ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ ഒരു കൺസോൾട്ടേഷനും ഈ ഒരു ഡബിൾ ബോട്ടവും ബ്രേക്കൗട്ട് കിട്ടി താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഫോളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. പക്ഷേ അതിലൊരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബുള്ളിഷ് മോഡിലോട്ട് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുകളിലോട്ട് പോയാലും ഈ ഒരു ട്രെൻഡ് ലൈന് നോക്കുക. പിന്നെ നേരത്തെ നമുക്കിവിടെയുള്ള ഈ ഒരു ഓൾ ടൈം ഹൈയുടെ ആ ഒരു ലെവലൊക്കെ എന്ന് പറയുന്നത് സെല്ലേഴ്സ് കൃത്യമായിട്ട് ഉള്ള ഏരിയകളാണിത് ഫുള്ള്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ എപ്പോഴാണോ മുകളിലോട്ട് ബ്രേക്ക് കട്ടോ കിട്ടുന്നത് അതുവരെയും മാർക്കറ്റിൽ ഒരു പാനിക് സെല്ലിങ്ങിനുള്ള സാധ്യത ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോവാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവല് 25,770 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ നിന്ന് രണ്ടാമത്തെ 15 മിനിറ്റിൻ്റെത് കൃത്യമായിട്ട് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയെങ്കിലും പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി ഇവിടെ വെച്ചു എനിക്കൊരു SL അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് 25,77 താഴോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു എൻട്രി നോക്കിയാണ് ഇവിടെ SL വന്നിരുന്നു. മാർക്കറ്റ് പിന്നെ ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി. മുകളിലോട്ടുള്ള ടാർഗറ്റിലും മാർക്കറ്റ് എത്തിയിട്ടില്ലായിരുന്നു. ഇതിൽ ഇവിടെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവൽ 25,770 മാർക്കറ്റ് താഴെ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അവസാനത്തെ ഒരു മണിക്കൂറിൽ. പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹയർ ലോ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ലോ വന്നിട്ടില്ല. ഈ ഒരു ലെവല് നമുക്ക് ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ഹയർ ലോ ആണ് വന്നിരിക്കുന്നത് ഇല്ലേ. ഇവിടെ നിന്നൊരു പുൾ ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിന് മുകളിൽ ഒരു ഹയർ ഹൈ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ നമുക്കൊരു അപ് ട്രെൻഡ് റിവേഴ്സൽ കാണാം. ഇവിടെ നിന്ന് ഈ ഒരു ബെൻഡും വന്നു ഹയർ ലോ ഹയർ ഹൈ ഫോർമേഷൻ തുടങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസം ഇത് മാർക്കറ്റിലൊരു പോസിറ്റീവ് മൊമെൻറ്റത്തിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും ഈ ഒരു ലെവല് ബ്രേക്കൗട്ട് കിട്ടി താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിന് വലിയൊരു അപകടം വരാൻ സാധ്യതയുണ്ട്. ഇതിൽ വേറൊരു പാറ്റേൺ കൂടെ കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ സ്ഥിരമായിട്ട് പാറ്റേണൊക്കെ വാച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് പാറ്റേൺ ആണ്, ഈ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുകൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നിവിടെ കിടക്കട്ടെ. ഓക്കെ, ഈ ഒരു പാറ്റേൺ വർക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലെന്ന് പറയുന്നത് മാർക്ക് ചെയ്തിട്ടേക്കാം
ഈ ഒരു ലെവലെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലാണ്. ഈ ഒരു ലെവല് കൃത്യമായിട്ട് നോക്കുക. ഏകദേശം ഇന്നലത്തെ ലോയും മെനഞ്ഞാന്നുള്ള ഈ ഒരു ലോയൊക്കെ ശ്രദ്ധിക്കുക. ഈ ലോയും ഒക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിടുക. എപ്പോഴെങ്കിലും ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിഫ്റ്റിയിൽ വലിയൊരു ഫോളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. അല്ല, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഇവിടെ നിന്നടുത്തൊരു ഹയർ ഹൈ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ നമുക്ക് എന്തായാലും ആഗ്രഹിക്കാം. കാരണം ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ ഈ ഒരു ലെവലൊക്കെ 25 690 720 ആ ഒരു റേഞ്ചൊക്കെ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇവിടെ നിങ്ങളുടെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് വരച്ചിട്ടെന്നേ ഉള്ളൂ. അറിയാമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ ലെവൽസ് നോക്കാം നമുക്ക്. ഈ ഒരു ലെവല് 25 770 അവിടെ തന്നെ കിടക്കട്ടെ. താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് താഴോട്ട് ഒരു ഫോളിനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞ ലെവലൊക്കെ തന്നെയാണ് 25 695 ഫസ്റ്റ് ടാർഗറ്റ്. മുകളിലോട്ട് വരുന്ന ലെവല് 900 മുകളിൽ ചിലപ്പോൾ ഒരു ഓപ്പണിങ്ങിനുള്ള സാധ്യത ഉണ്ട്. 900 താഴെ ഓപ്പണിങ്ങിനുള്ള സാധ്യത ഉണ്ട്. 900 മുകളിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ ഈ ഒരു ലെവല്, പിന്നെ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗ്യാപ്പ് വരയ്ക്കും മാർക്കറ്റ് 26,000 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് മാർക്കറ്റിൽ ചെറിയൊരു ഡേറ്റയ്ക്ക് അനുസരിച്ചിട്ട് മാർക്കറ്റിൽ ചിലപ്പോൾ ചെറിയൊരു അപ് ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ദിവസം ബയേഴ്സ് FIs ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് തുടങ്ങിയിട്ടുണ്ട്. അത് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഒരു റാലിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് മാർക്കറ്റിൽ ഏകദേശം കഴിഞ്ഞ 2 ദിവസമായിട്ട് മെനഞ്ഞാന്ന് 1172 കോടിക്ക് FIs ക്യാഷ് മാർക്കറ്റിൽ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ 596 കോടിക്കും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 26 നവംബറിന് ശേഷം ഇന്നലെ മെനഞ്ഞാന്നുമാണ് FIs ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ്ങിലോട്ട് വന്നിട്ടുള്ളത്. ചിലപ്പോൾ അതൊരു ബുള്ളിഷിലോട്ട് മാർക്കറ്റിനെ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ ലെവൽസ് നോക്കാം. ഇൻട്രാഡേ ലെവൽസ് ഇന്നലത്തെ ചാർട്ടിൽ നമ്മൾ ഇത് 25,750 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 25,688 പറഞ്ഞാണ്. പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് ക്യാമറയുടെ ഒരു പിവറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്ത് ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നത്. ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് മുകളിലോട്ട് കിട്ടി. ആ സമയത്ത് ലൈവ് മാർക്കറ്റിൽ തന്ന ലെവലാണ് 25,901 914 കൃത്യം അവിടെ നിന്ന് തന്നെ മാർക്കറ്റ് താഴോട്ട് വന്നു. ഇന്ന് നാരോ CPR ആണ്. ഏകദേശം 2 പോയിന്റിലാണ് വരുന്നത്. 25,814.15 അതിൽ വരുന്ന ഒരു നാരോ CPR ആണ്. മാർക്കറ്റ് ചിലപ്പോൾ ട്രെൻഡിങ് ആവാനുള്ള സാധ്യതയുണ്ട്. വൺ സൈഡ് റാലിക്കുള്ള സാധ്യതയുണ്ട്. എങ്കിലും കൃത്യമായിട്ട് ലെവൽസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ 25,898 25,918 ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. ഇതിനുള്ളിൽ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കുക. ചിലപ്പോൾ CPR താഴോട്ട് വരാൻ സാധ്യത കുറവായിരിക്കും. ഞാനിവിടെ ഒരു ലൈൻ കൂടെ സിംഗിൾ ലൈൻ 25,864 വരച്ചിട്ടിട്ടുണ്ട്. ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ എങ്ങാനും ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുക. 25,000
25,864 ശ്രദ്ധിക്കുക. ചിലപ്പോൾ മിക്കവാറും ഈ ഒരു ഏരിയയിലായിരിക്കും മാർക്കറ്റ് ഓപ്പണിംഗ് വരാൻ സാധ്യതയുള്ളത്. 25,864 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ താഴോട്ട് എൻട്രി എടുക്കാവൂ. ഈ ഒരു CPR വരയ്ക്കും മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ല ഇവിടെ ഈ ഒരു 25,864 ഒരു റിവേഴ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ ഒരു പാറ്റേൺ നോക്കുക, കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. ഇവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടി ഒരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാം. 25,898 918 തന്നെയാണ് ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തെ ടാർഗറ്റ് 25,984 25,996 സെക്കൻഡ് ടാർഗറ്റ് വരുന്നത്. താഴോട്ട് സപ്പോസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ 15 മിനിറ്റിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ചാർട്ട് പാറ്റേൺ വർക്കാകുകയാണെന്നുണ്ടെങ്കിൽ CPR ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. 25,737 25,717 നമുക്ക് ഡബിൾ ബോട്ടത്തിന് വരുന്ന ലാസ്റ്റ് സപ്പോർട്ട് ഏരിയ. എന്തായാലും താഴോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ വ്യൂ അനുസരിച്ച് മാർക്കറ്റ് ഇന്നൊരു അപ് ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്